നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊലപാതകം ഉണ്ടല്ലോ, അത് ഭയങ്കര ഭീകരമാണത്. അത് നിങ്ങളുടെ ഏരിയുടെ അപ്പുറത്തല്ലേ, നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ഭാഗമല്ലേ? നമുക്കറിയാം ഇത് ഇപ്പോ എന്താണ് ആ വിഷ്വൽ കണ്ട. സത്യം പറയാൻ നമുക്ക് അതൊരു ഞെട്ടലാണ്. കാരണം മനുഷ്യത്വം എത്രയുണ്ട് എന്നുള്ള നമുക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ഇത്. കാരണം അടിച്ചടിച്ചങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് അത് കണ്ടത്. ഞാൻ കുറച്ചു നേരത്തേക്ക് ഞാൻ പറയില്ലേ, അത് എൻ്റെ അത് നമ്മുടെ ഇതിൽ നിന്ന് പോയില്ല. നമ്മൾ ഇതൊക്കെ അങ്ങനെ കാണുന്നതൊന്നുമല്ലല്ലോ. അപ്പൊ ഇത് ഈ രീതിയിലൊക്കെയാണ് മാത്രമല്ല, ഈ പ്രതികൾ നേരത്തെ മറ്റൊരാളിനെ അതിക്രൂരമായ രീതിയിൽ ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതികളാണ്. അപ്പൊ ഇവർക്ക് എന്ത് ജാമ്യം കിട്ടിയെന്ന് നാട്ടുകാർ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന്. അത്ര ക്രൂരമാണ് മറ്റേ ചെറുപ്പക്കാരനെ കൊന്നത് ഇവർ. അതെ, ഇതും നമുക്ക് നേരത്തെ അറിയാനുള്ള ഇതായിരുന്നു. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു വരുന്നത്. അതുപോലെ തന്നെ അത് ഇപ്പം നേരത്തെ നടന്ന സംഭവം നടന്നതിന് തൊട്ടടുത്ത് അതിന് ഒരു കിലോമീറ്ററുകൾ മാത്രം, 1-2 കിലോമീറ്ററിനപ്പുറമാണ് ഈ സംഭവം നടന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ടടുത്താണ് കരമന പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. എൻ്റെ മുക്കും തുമ്പത്താണുള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടക്കുന്നത് എനിക്കൊന്ന് വലിയ പ്രശ്നബാധിത പ്രദേശങ്ങളൊന്നുമല്ല. പക്ഷേ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ എന്തുകൊണ്ട് പിടിച്ചു നിർത്താം? നമ്മുടെ ക്രമസമാധാന നിലയെക്കുറിച്ചാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ക്രമസമാധാന നില ഒരു രക്ഷയില്ല. ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രി യാത്രയിലുമാണ്. ഇത് ആരെങ്കിലും ചുമതല ഏൽപ്പിച്ചിട്ട് പോയോ, ഇതൊക്കെ വല്ലതും അന്വേഷിക്കുന്നുണ്ടോ? ഒരു പിടിയില്ല. അല്ല, ഇത് പലതവണയായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ നമ്മളെ ആഭ്യന്തരം എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും നമ്മളെപ്പോഴും കൂടുതൽ സെൻസിറ്റീവായിട്ട് നിൽക്കേണ്ടതാണ്. അത് ഭരിക്കുന്ന ഒരാളില്ല. മാത്രമല്ല അവർക്കൊക്കെ ഈ ഇപ്പം ആഭ്യന്തരം കൈയാളാൻ നോക്കുന്നത്, ഇപ്പൊ പോലീസിന്റെ ഒക്കെ സുരക്ഷ നോക്കേണ്ടവരെല്ലാം തന്നെ മന്ത്രിക്കും മറ്റവർക്കും എക്സ്കോർട്ടായിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ വീട്ടുകാരായിട്ട് നിൽക്കുന്നുണ്ട്. പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ ജീപ്പ് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും. കാരണം ഈ ഒരു അത്യാവശ്യം സംഭവം ഉണ്ടാക്കി ഒരാൾ വിളിച്ചു പറഞ്ഞാൽ പോലും പെട്ടെന്ന് പോലും നമുക്ക് സഹായമായിട്ട് എത്താൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. ഇത്രയ്ക്കും ഗതികേടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് ആളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇവിടെ ആഭ്യന്തര വകുപ്പ് നോക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വിദേശത്ത് പോയി. വിദേശത്ത് വേണമെങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷേ ആരെ ചുമതല ഏൽപ്പിച്ചിട്ട് ഏകദേശം എനിക്കൊന്ന് 2-3 ആഴ്ച മുമ്പാണ് ഇപ്പൊ ഞാനും സുദർശൻ ചേട്ടൻ ലൂസ് ടോക്കിൽ വലിയ ഇതുണ്ട്. അതായത് മാനവീയം വീതിയിൽ സമാനമായ അവസ്ഥയായിരുന്നു. രാത്രി കുത്ത് ഇതൊക്കെയാണ്. കാരണം നമുക്ക് പണ്ട് ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ പോലെ തന്നെ തലസ്ഥാനത്ത് ഇങ്ങനെ കാര്യങ്ങൾ അത്ര കേട്ട് കഴിവില്ലാത്ത കാര്യമായിരുന്നു. ഈ ആക്രമണ പരമ്പരകളൊന്നും തന്നെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൊക്കോണ്ടിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇപ്പം തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ അതിക്രമ പരമ്പരകളൊക്കെ ഇങ്ങനെ വന്നത്. കാരണം ഇത് സത്യം പറയാം, ഇത് നമുക്ക് ഇത് ഇവരെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. അത് ക്രൂരമായിട്ടാണ്, മൃഗത്തോട് പോലെ ഒരാളുടെ ചെയ്യാൻ പാടുന്ന രീതിയിലാണിത്. ഇന്ന് ആഭ്യന്തര വകുപ്പ് ഇപ്പൊ പണ്ട് 57 സർക്കാരിനെതിരെ പറയുന്നത് സെൽഫ് ഭരണമാണെന്ന് പറയും. ഇപ്പൊ അത് സെൽഫ് ഭരണമാണെന്ന് മനസ്സിലായി നമുക്ക്. ഇല്ല, പാർട്ടി നേതാക്കളാണ് കാര്യം നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ചിലപ്പോൾ എന്തായാലും രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതെ തന്നെ അവർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പേടി എന്തായാലും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് കൊലപ്പെടുത്തിയ പ്രതികൾ തന്നെയാണ് ഇവിടെ വന്നത്. നമുക്ക് അന്നത്തെ ക്രൂരതകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിക്കും. അതായത് ഈ ഒരു ഇപ്പം അന്ന് ഒരാൾ ഇതുപോലെ വിഷ്ണു പേരെന്തോ ആയിരുന്നു തോന്നുന്നു, അനന്തകൃഷ്ണൻ. അയാളാണെങ്കിൽ മറ്റേ ബേക്കറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക, അവിടെ നിന്ന് എല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ട് കൊണ്ടുപോകുക. എന്നിട്ട് ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി, പ്രതികളുടെ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി അവിടെ നടത്തുക. ആ സമയത്തും തലയ്ക്കടിച്ചും അതുപോലെ സിഗരറ്റ് കുറ്റി കൊണ്ട് മോന്ത് കുത്തിയൊക്കെയാണ് അങ്ങനെ ഒരു രീതി ക്രൂരമായ ഈ ആ കേസ് എന്തായി എന്ന് നമുക്കറിയില്ല. ഇവർക്ക് എങ്ങനെ ജാമ്യം കിട്ടിയെന്ന് ഇവിടെ കിട്ടുന്നില്ല. ഇവർ പുറത്തിറങ്ങി നടക്കുന്നത് അത്ഭുതകരമാണ്. ഈ ജയിലിലൊക്കെ ട്രീറ്റ് ചെയ്യണത് പിന്നെ എങ്ങനെയാണ്? കാരണം ഒരാളെ ജയിലിൽ അയക്കുന്നത് ഇപ്പൊ അവര് ഇപ്പൊ മാതൃകാപരമായിട്ട് നടക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പാഠങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ അവർ വരുന്നു. ഇപ്പം എനിക്കൊന്ന് കഴിഞ്ഞിട്ട് 2-3 വർഷം പോലും ആയിട്ട് ഇപ്പം ഇറങ്ങി അവർ വിവരിക്കുകയാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു ഇത് കിടക്കുകയാണ്. ലൈസൻസ് ഉള്ളതുപോലെയാണ്. അപ്പൊ ഇവർക്ക് ആരുടെങ്കിലും പിൻബലം അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ഉറപ്പാണത്. നല്ല പിൻബലമുള്ള രാഷ്ട്രീയ പിൻബലമുള്ളവർ തന്നെ ആയിരിക്കും ഇവർ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കൃത്യം ഈ ഒരു കേസായിട്ടാണ് നമുക്ക് എത്ര ക്രിമിനലുകൾ ഇതുപോലെ പുറത്തിറങ്ങി നടക്കുന്ന ഒരു 2 ആഴ്ചത്തെ എടുത്ത് നോക്ക്. കേരളത്തിൽ നടന്ന ക്രിമിനൽ കേസുകൾ, മക്കളെ അച്ഛനമ്മയെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, മോൻ 3 ബാലയ്ക്ക് വേണ്ടി. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ എത്രയോ സ്ത്രീകളെ കൊന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. കാരണം ഇത് കേരളത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് ആദ്യം ഉത്തരം പറയേണ്ടതാണ്. ഇവരൊക്കെ മാതൃകയാക്കേണ്ട ഒരാളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് അന്ന് ഈ ഒക്ടോബർ 7 ആക്രമണം നടത്തിയ ആ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു രാജ്യത്തെ ഒരു സർക്കാരിൻ്റെ അവർ കടമ എന്ന് പറയുന്നത് ജനങ്ങളെ അവരുടെ ജീവന സ്വത്ത് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല എന്ന് ഏറ്റു പറഞ്ഞു. അത് വളരെ വികാരാധീനം തന്നെ പറഞ്ഞു, പറഞ്ഞു. അതിന് എത്ര പേര് തയ്യാറാകും എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ പോലുള്ള ഇത്രയും വൻ സംവിധാനങ്ങളുള്ള ചാര സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത്
ഈ ഇത്രയും പേര് കയറി വന്ന് ഈ ഇത്രയും പേരെ കൊല്ലുകയും വലിയ ഒരു അതിക്രമം നടത്തുകയും കുറേ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട് ഇസ്രായേലിനെ പോലെ രാജ്യത്ത് ഒരു സംഘടനയ്ക്ക് പോലും പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഭയങ്കര അപമാനകരമാണ്. അതെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വരുമ്പോൾ തന്നെ അതിനകത്ത് ക്രൈം റേറ്റ് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ഇപ്പം അടി വെട്ട് കുത്തൊക്കെ ഇവിടെ നിത്യസംഭവങ്ങളാണ്. പണ്ടത്തെ പോലെ നമ്മൾ ഉത്തരേന്ത്യ നോക്കുന്നു പറയാൻ പറ്റില്ല. ഇവിടെ കേരളത്തിൽ തന്നെ പ്രശ്നമൊന്നുമില്ലെന്നാണ് ഇപ്പോഴും. അതെ, അവിടെ പ്രശ്നമില്ല. ഇപ്പം ഇവിടെ തന്നെയാണ് പ്രശ്നങ്ങളും ഇത് പറഞ്ഞത്. ഇത് തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷന്റെ തലേ ദിവസമോ പിറ്റേ ദിവസം കണ്ടാണെന്ന് തോന്നുന്നു ബാറിലുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഇങ്ങനെ രീതിയിൽ. അപ്പൊ ഇവർ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് പട്ടാപ്പകൽ, അതായത് ഒരു പോലീസ് സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പത്ത് വെച്ച് ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഇതൊക്കെ കാരണം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലും മറ്റേ സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിലും ഒക്കെ പിടിക്കാൻ പോലീസും മറ്റവരൊക്കെ ഉണ്ട്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു പോലീസിന് കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പം ഇത്രയും ക്രൂരത അയാൾക്ക് ആശുപത്രി വെച്ച് മരിക്കുന്ന നഷ്ടം ആ വീട്ടുകാർക്ക് തന്നെയാണ്. ഒന്ന് വീട്ടിൽ വന്ന് വിലപിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മന്ത്രിയുടെ ചുമതലയൊക്കെ കഴിയും, അത് വേറെ കാര്യമാണ്. പക്ഷെ ഇവിടെ വേണ്ടത് ഇനി അത് ഉണ്ടാകാതിരിക്കുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം ഇത് പറയുന്നുണ്ട്, ഇവിടുത്തെ പോലീസിങ് ശരിയല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഇവിടുത്തെ പോലീസിങ് ഒരിക്കലും ശരിയല്ല. കാരണം ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ ക്രിമിനലുകളാക്കുന്നത് ലഹരി തന്നെയാണ്, ലഹരി വസ്തുക്കളാണ്. അതിന് തടയിടാതെ ഇനി ഒരു രക്ഷയില്ല. കാരണം പല രീതിയിലും പല വഴികളിലൂടെയും ഒരു ലഹരി സാധനങ്ങൾ വരുന്നത്. അപ്പൊ ആളെ തന്നെ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലേക്ക് ലഹരി മരുന്നുകൾ അടക്കി ഭരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാത്ത കേസുകൾ നമ്മുടെ പോലീസ് എത്ര വേഗമാണ് കുറ്റവാളികളെ പിടികൂടുന്നത്? പെട്ടെന്നല്ലേ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ഈ രാഷ്ട്രീയ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. കള്ളന്മാർ അങ്ങനെയൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് പോലീസ്. ഇപ്പോൾ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറിയ മോഷ്ടാവൻ, അവരൊക്കെ എത്ര പെട്ടെന്ന് പിടിച്ച്. അതുപോലെ ഇവിടെയൊക്കെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന പല സംഭവങ്ങളും രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത ആളുകൾ പെട്ടോ അല്ല അന്യ സംസ്ഥാനത്തോ അല്ല കാരനൊക്കെ വളരെ പെട്ടെന്ന് അവർ പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് തന്നെ ഒരു സംശയം. അതാണ് അവർ ഇത്തരം കാര്യങ്ങളെ തന്നെ വളരെ കൃത്യമായി കണ്ടുപിടിക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രീയ ഇടപെടലുണ്ടാകും. ഇതിപ്പം എന്തുകൊണ്ടോ ഇതൊരു അനുഗ്രഹമായിട്ട് അവിടെ CCTV ഉണ്ടായിരുന്നുകൊണ്ട് കിട്ടി. ഇല്ലെങ്കിൽ ഇപ്പോഴും അത് നമ്മൾ എനിക്കറിയില്ല, ഇരുട്ടിൽ തന്നെ തപ്പുമായിരിക്കും. കാരണം മറ്റൊരാളുമില്ല അവിടെ നോക്കുമ്പോൾ ആരും എനിക്ക് തോന്നുന്നില്ല ഇത് ഏറ്റു പറയാൻ നിൽക്കുമെന്ന്. കാരണം അവരുടെ ജീവനെ ഭയന്നിട്ട് ചിലപ്പോൾ തീർച്ചയായും അവരുടെ സമയം പോക്കാണ്. എന്തിന് മറ്റേ ബസ് കയറി വന്ന നമ്മുടെ മേയർ സംഘം തടഞ്ഞു നിർത്തി ബസ്സിലിരുന്ന് ഒറ്റ യാത്രക്കാരെ പരസ്യം പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നു ആ ബസ്സിൽ. അതെ, ഇതിപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ഒരു ദൃശ്യം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് നമുക്കറിയില്ല ആരായിരിക്കും. കാരണം ഇത്രയും സാങ്കേതിക വിഷയം ഇതൊക്കെ നമുക്ക് എല്ലാം ഇങ്ങനെ ഇപ്പം തളികയിൽ വെച്ച് തന്നിട്ട് പോലും ഇവിടുത്തെ പോലീസിംഗ് രീതി നമ്മൾ സീരിയസ്ലി അത് നമ്മൾ ഇനിയും ചർച്ച ചെയ്തില്ലെങ്കിൽ അത് കൈവിട്ട് പോകുന്നത്. കാരണം ഇവിടെ എന്താണ് രാത്രി പട്ടാപ്പകൽ പോലും, രാത്രിയായാലും പട്ടാപ്പകലായാലും ഇപ്പോൾ ഒരുപോലെ. പണ്ടൊക്കെയാണെങ്കിൽ രാത്രി മേടിച്ചാൽ മതി, ഇപ്പോൾ പട്ടാപ്പകൽ പോലും സ്വൈര്യമായിട്ട് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രം നമ്മുടെ പോലീസിലുള്ള നല്ല വിദ്യാഭ്യാസം വരെയുള്ള നല്ല ചെറുപ്പക്കാരാണ്, നല്ല മിടുക്കന്മാരാണ്, അവരെല്ലാം കണ്ടുപിടിക്കും. പക്ഷേ ഈ രാഷ്ട്രീയക്കാർ അവർ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാളെ അവരെ വീട്ടിലുള്ളവർക്ക് സംഭവിക്കാം ഒരുപക്ഷേ ഇത്. എല്ലാ തൊട്ടനും പിടിച്ചതിനും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഈ പോലീസുകാരെ കൊണ്ട് പിന്നെ കുറ്റവാളികളെ പിടിക്കാതിരിക്കാനൊക്കെ അവർ ശ്രമം നടത്തുമ്പോഴേ ഈ പോലീസുകാരെ സംബന്ധിച്ച് അവർ മനുഷ്യരാണ്. അപ്പോൾ അവരെ ഭീഷണി വരും ഒരുപക്ഷെ, അല്ലെങ്കിൽ അവർ ട്രാൻസ്ഫർ വരും, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു പോസ്റ്റ് കൊടുക്കില്ല, അങ്ങനെയൊക്കെ അവരെ വട്ടം ചുറ്റിക്കും. നമുക്ക് എത്രയോ പേരെ അനുഭവം. ഇപ്പോൾ സെൻകുമാറിനെ പോലെ ഒരാളിനെ അത്രയും സത്യസന്ധനായ വളരെ എഫിഷ്യൻ്റായ ഒരാളിനെ ഇട്ടുപ്പെടുത്തി പാട് നമ്മൾ കണ്ടാണ്. കോടതി ഉത്തരവാദിച്ചുകൊണ്ടവരുണ്ട് അവസാനം അദ്ദേഹത്തിന്. ഇതുപോലെ പല പ്രഗത്ഭർ കേരളത്തിലെ പ്രഗത്ഭരായ പല IPS ഉദ്യോഗസ്ഥരും ഇന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. ഇപ്പം നമ്മുടെ TP കേസൊക്കെ അന്വേഷിച്ച കുരുവിള പുള്ളിയൊക്കെ ഇവിടെ നിന്ന് പോയി, അവരൊക്കെ കേന്ദ്രത്തിലാണ് ഇപ്പോഴും. P. വിജയൻ ഏറ്റവും മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ, എത്ര മാന്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഹസ്ബൻഡ് ഇന്നലെ ADGP ആക്കിയതുകൊണ്ട് അത് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന അടുത്ത പോസ്റ്റ് അവിടുത്തെ മറ്റേ പോലീസ് അക്കാഡമിയിലെ ഡയറക്ടറായിട്ടോ മറ്റോ ആണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള മിടുക്കന്മാരെ ആളുകളെ നമ്മൾ നിയോഗിക്കുകയും അവർക്ക് എത്ര കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നമ്മൾ ഈ അണികളെ ഈ വശം മുതലാക്കുന്ന പോലെ പോലീസുകാരെ ആക്കുന്നതിൻ്റെ ഒരു ഇതാണ്. കാരണം നമ്മുടെ നിലയ്ക്ക് ചൊൽപ്പടിക്ക് നിൽക്കണം എന്നൊരു സുരക്ഷയൊക്കെ രണ്ടാമത്തെ കാര്യം. ആൾക്കാരെ വെട്ടിക്കൊത്തി ചത്തോട്ടെ, നമ്മുടെ ചൊൽപ്പടിക്ക് നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങി നിൽക്കണം. അങ്ങനെയുള്ളവർക്കാണ് ജോലിയുള്ളൂ. ഇപ്പൊ അതിനെ നോക്കുമ്പോൾ പോലീസുകാരെ ഇവിടെ സാധാരണക്കാരെ കുറെ പേര് ഇവിടെ സെക്രട്ടറിയുടെ നടക്കിൽ പണിയില്ലാതെ സമരം കിടക്കുമ്പോൾ ഇവിടെ മന്ത്രിയുടെ കുഞ്ഞമ്മേരെ നോക്കും, അതല്ല മാമന്റെ മക്കൾക്ക് ഇവിടെ ജോലിയാണ്. ഇവിടെ എല്ലാം ഞാൻ പറയില്ല, ഇതൊക്കെ അവരുടെ വശത്ത് വരുമ്പോൾ എല്ലാം അവരുടെ കാര്യങ്ങൾ മാത്രം നടക്കും. സാധാരണക്കാരെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും, സാധാരണക്കാരുടെ കാര്യങ്ങൾ ഒരിക്കലും നടക്കുകയില്ല. ഇവിടെ പല ആളുകളും വാർത്തകളായി വരുന്നു, അവരവരെ വിഷമങ്ങൾ വാർത്തയായിട്ട് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും നമ്മളിവിടെ വരാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയാനൊക്കെ നമ്മൾ അത്ഭുതം തോന്നിപ്പോൾ ചില അവർ പറഞ്ഞ് ഞങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ കാര്യമായിട്ട് പെരുമാറി എല്ലാം നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് അടുത്തവണ ചെല്ലുമ്പോൾ ഇവരുടെ വിധം മാറിയിരിക്കുന്നതാണ്. പിന്നെ ആദ്യം ചെന്നപ്പോൾ ഉള്ള അനുകൂല നിലപാടല്ല, തിരിച്ച് അവരോടത്ത് കാരണം ഇടപെടൽ ഒന്നൊന്നും ഉറപ്പായി. ഇത് പശ്ചിമ ബംഗാളിൽ പണ്ട് സംഭവിച്ചതായിരുന്നു. അത് പോലീസ് സ്റ്റേഷൻ, സർക്കാർ ഓഫീസും എല്ലാം പാർട്ടിക്കാർ കൈയേറി അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട്, പ്രതിപക്ഷത്തിനൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഓരോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രസ്താവന നടത്തി അവർ സമാധാനപ്പെടും. ഒരു പ്രസ്താവനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസ്താവന നടത്തുക. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളുടെ കാര്യമൊക്കെ നേരത്തെ ചേർത്ത് പറഞ്ഞല്ലോ. ഈ ദൃശ്യങ്ങൾ നമ്മുടെ
KSRTC ബസ്സിലെ ദൃശ്യങ്ങളെ കാര്യം എന്തായിരുന്നല്ലോ പിടിയുണ്ട്. ഇല്ല. കഴിഞ്ഞ ദിവസം ഈ അവിടുത്തെ ATOയെ പിന്നെ ഡ്രൈവറെ കണ്ടക്ടർ ആരെയൊക്കെ ചോദ്യം ചെയ്തു തോന്നുന്നു. മെമ്മറി കാർഡോടെ പോയി കണ്ടക്ടറിനെ സുബിനെയൊക്കെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. എന്നിട്ടും മെമ്മറി കാർഡ് ഇപ്പോഴും അകന്നതിന് നിൽക്കുകയാണ്. അത് നമ്മൾ അന്ന് അറച്ച പോലെ ചെയ്ത പോലെ തന്നെ ഇതിപ്പം 2 ദിവസം ആ ഒരു കെട്ടിക്കൊഴിച്ച വാർത്തകളെ കാണും. അതിനുശേഷം അത് പതിയെ ഇത് ഇനങ്ങനെ ഇല്ലാതാവും. ഇരയൊന്നുമല്ല ഇതിനകത്ത്, നമുക്ക് വേറൊന്നുമല്ല. ഇപ്പം യദുവിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ എനിക്കൊന്ന് ആ സംഭവം നടന്നതിന്റെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം കുറെ ദിവസമൊക്കെ യദു ഇങ്ങനെ പ്രതികരിക്കും, അവസാനം ശക്തിയില്ലാതെ കൊഴിഞ്ഞു വീഴും. കാരണം ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ജോലി നഷ്ടപ്പെട്ടു. അവരുടെ വിജയം അത് മതി. കാരണം ഇനി നീ വണ്ടി എടുക്കൂലെന്ന് പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാര്യം കഴിഞ്ഞു. അതിനുശേഷം തന്നെ ഇപ്പം നമ്മളെ തിരുവനന്തപുരം മേയർ ജോലി തെറിപ്പിച്ചവരെ നീണ്ട പട്ടികയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വിനോദമായിരിക്കും. നിന്റെ ജോലി ഇല്ലാതാക്കും, അത് ഭയങ്കര സന്തോഷം. ചില ആളുകൾ ഇതിലൊക്കെ സന്തോഷിക്കുന്നവരുണ്ട്. ഈ മറ്റുള്ളവന് ഉപദ്രവം വരുന്നത്. നമ്മളെപ്പോഴും നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവർക്കൊരു ഉപദ്രവം വരരുതെന്ന് മനുഷ്യരെല്ലാവരും ചിന്തിക്കും. നമ്മൾ കൂടെയുള്ളവർ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ പോലും പരമാവധി എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കൊടുത്ത് ഒഴിവാക്കണം, പിരിച്ചൊഴിവ് നമ്മൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്ത് പല മതസ്ഥാനങ്ങളിലും നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതല്ല, ഒരാളുടെ ജോലി ഇല്ലാതാക്കുക എത്ര എളുപ്പം. നമുക്കിപ്പം പല സ്ഥാപനങ്ങളിലും നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യത്തിന്റെ പേരിൽ കുറച്ച് ചിലപ്പോൾ ഒക്കെ ഇളവുകൾ കൊടുക്കും. കാരണം അറിയാതെ ചിലപ്പോൾ അറിയാതെ മനുഷ്യനല്ലേ, സഹജമാണ് അങ്ങനെ പറഞ്ഞിട്ട്. അതിപ്പം എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ എല്ലാ ആൾക്കാരിലും കണ്ടു. പക്ഷേ ഇവിടെ എനിക്ക് നമ്മൾ ഈ ആളുകളോടൊപ്പം നിൽക്കുന്ന അല്ലെ ജനങ്ങളോടൊപ്പം വളരുന്ന പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു ഞെട്ടുന്ന അവസ്ഥയാണിത്. കാരണം അവരുടെ ഭാഗത്ത് ഇപ്പൊ യദുവിന്റെ ഭാഗത്ത് പൂർണ്ണ തെറ്റായാൽ പോലും ഒരു അവസരം കൊടുക്കാമെന്നുള്ള രീതി. കാരണം സാധാരണക്കാരാണ് ഇത്. അതെ അതെ, എനിക്ക് തോന്നുന്നത് അവസാനം യദു ആയിരിക്കില്ല. യദു എടുത്ത് ഇത് എന്തായാലും മെമ്പർ കാർഡ് കിട്ടൂലായിരിക്കാം. യദുവിന്റെ തലയ്ക്ക് വെച്ചാൽ അത് ഏറ്റവും എളുപ്പം. യദു ആണെന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിക്കുന്നു, പാർട്ടി സന്തോഷിക്കുന്നു, അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു, യദുവിൻ്റെ പണി പോകുന്നത്. ഇതിൻ്റെ പണി ആൾറെഡി പോയ ലക്ഷണത്തിലാണ് കണ്ടിട്ട് അല്ലേ. അതാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഒരു വേറെ വഴിയില്ല അവർക്ക്. സാധാരണക്കാരൻ എപ്പോഴും ആശ്രയിക്കേണ്ട സ്ഥലമായിരുന്നു പോലീസ് സ്റ്റേഷനുകൾ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും കാര്യമില്ലാന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി തുടങ്ങി. നമുക്ക് തന്നെ നേരിട്ടൊരു വിഷയം വന്നപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന ആൾക്കാർ ഇപ്പം 2 പേര് തമ്മിൽ ഇപ്പം കൂടിയാലും നമുക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ അവർ കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും സ്വാധീനമായിട്ട് വരുന്നെങ്കിൽ അവരെ കൂടെ നിന്നിട്ട് നിങ്ങളല്ലേ കുറ്റക്കാരല്ലേ, നിങ്ങൾ നാളെ ഈ ഒരു പേര് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു ചെയ്യാനല്ല. ഇപ്പൊ അടി കിട്ടിയ അടി വാങ്ങിച്ചോണ്ടിരുന്ന് ഉണ്ടായിരിക്കുക എന്നുള്ള മാത്രമേ വഴിയുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഒരു പോലീസിംഗ് രീതിയെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഇപ്പോൾ ജോലിക്ക് എടുക്കുന്നു, പണ്ടത്തെ പോലെ അല്ല. അവർ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് കടന്നു വരുന്നു, നല്ല ട്രെയിനിങ് കൊടുക്കുന്നു, എല്ലാം ഓക്കെയാണ്. അവരെ സ്വതന്ത്രമായിട്ട് വിട്ട് അവർ ഭംഗിയായി ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരെ ഇടപെടാത്ത മറ്റ് മോഷണം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് പോലീസ് പിടിക്കുന്നുണ്ട്. ഇപ്പം സംവിധാന ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയവരെ മണിക്കൂറൊക്കെ പോലീസ് പിടിച്ചില്ലേ, കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അയാളെ പിടിച്ച് തിരിച്ചുകൊണ്ടില്ലേ. സപ്പോസ് ഈ മോഷിച്ചുകൊണ്ട് ജോഷിയുടെ വീട്ടുകാരൻ പാർട്ടി ബന്ധമുള്ളവനായിരുന്നെങ്കിലോ ജമ്മത്ത് പിടിക്കാൻ പറ്റില്ല. ജോഷിയുടെ 1 കോടി രൂപ, ജോഷിയുടെ 1 കോടി രൂപ രത്നം എന്തൊക്കെ ഉണ്ട്, പണം അതൊക്കെ ഉണ്ട്, എല്ലാം പോയി. പക്ഷെ എന്തായാലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മറ്റേ ഇതര സംസ്ഥാന എന്താണ് അതിഥി തൊഴിലാളി ആയതുകൊണ്ട് പറ്റി. അതായത് പാർട്ടിയായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധമില്ലാത്തവൻ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമേ പിടിക്കപ്പെടാൻ അല്ലെങ്കിൽ പിടിക്കാൻ നമ്മുടെ പോലീസിനെ അവർ അനുവദിക്കുന്നുള്ളൂ. അത് സ്വതന്ത്രമായിട്ട് അവർ ഭംഗിയായിട്ട് കാര്യം ചെയ്യും. അപ്പോൾ നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞത് ഒട്ടും മോശം ഒന്നല്ല. നല്ല സത്യസന്ധര ആർജവ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ അവിടെ ഇരിപ്പുണ്ട്. അവർ കൃത്യമായിട്ട് അവരെ ജോലി ചെയ്യും. പക്ഷേ ഇതാണ് സംഭവിക്കുന്നത്. ഏറ്റവും വിഷമകരമായിട്ട് കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തിട്ടൊക്കെ തിരിച്ച് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും പോലീസിന് മേൽ നമ്മൾ ഇങ്ങനെ ആയി പോലെ പോകുമ്പോഴത്തേക്കായിരിക്കും മറ്റേ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ പെയിന്റ് ഇളകിപ്പോയി, അതിന്റെ പേരിൽ ഫൈൻ അടിക്കാൻ നിൽക്കുന്ന ഏമാമാരെ കാണുമ്പോൾ നമുക്ക് സത്യം പറയാൻ പുച്ഛം തോന്നും. അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാരണം സത്യമാണത് ഈ ഒരു അവസ്ഥയാണ്. കാരണം അവരെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. കാരണം നിങ്ങളിപ്പം അവസാന സമയങ്ങളിൽ ഇത്രയും പൈസ പിരിച്ചു വന്നില്ലെങ്കിൽ അത് അവർക്ക് നടപടിയാണ്. അവരെ ആ രീതിയിലേക്കല്ല. നമ്മളിപ്പോൾ അതിനേക്കാൾ ഒരുപാട് ജോലികളുണ്ട് ഇവിടെ. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചർച്ച ചെയ്യേണ്ടിരുന്ന ഒരു വിഷയമായിരുന്നത്. കുറേ നാൾ മുമ്പ്, ഒരു 2 മാസം മുമ്പാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ സംഭവങ്ങൾ കേരളത്തിൽ വന്ന് ഈ SI ലെവലിലുള്ളവർ. അത് നമ്മള് ഈ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാനും സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡിപ്രഷനും മെന്റൽ പ്രഷറും ജോലിഭാരവും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ മേളിൽ നിന്നുള്ള ഇത് കാണുമ്പോൾ കുറെ പേര് ആത്മഹത്യ ചെയ്തു, കുറെ പേര് ജോലിയിൽ നിന്ന് രാജിവെച്ചു പോകും. അതായത് ഇപ്പൊ കേരള പോലീസ്, സത്യം പറയാം കേരള പോലീസ്, ഞാൻ ഇപ്പം ഈ PSC ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കേരള പോലീസ് കൊടുക്കാൻ പേടിയാണ്. ഒന്നാമത്തെ കാര്യം, പലർക്കും ഡബിൾ ഡ്യൂട്ടി, അതുപോലെ തന്നെ ഓവർ ടൈമിന് പൈസ ഇല്ല, കൃത്യമായിട്ട് പൈസ ഇല്ല, ഉറക്കമില്ല, അമിത പ്രഷർ. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം മേലധികാരികളിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ മന്ത്രിമാരെ നിന്ന് കിട്ടുന്ന പ്രഷറും ചീത്തവിളിയായിരിക്കും, അതുപോലെ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ. കാരണം നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, അവർ പറയുന്നത് ചെയ്യണം. ഇപ്പം നമുക്ക് തരുന്ന ഡ്യൂട്ടികൾ തന്നെ, പോലീസിന്റെ മെയിൻ ഡ്യൂട്ടികൾ ഇപ്പൊ തന്നെ ഇപ്പൊ ഇവിടുത്തെ ആഭ്യന്തര നേരെ മന്ത്രിമാരുടെ ബാഗിൽ പാറാവ് പോവുക, മന്ത്രിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഗതികേട് കൊണ്ട് അവർ കളഞ്ഞിട്ട് പോകും, മനസാക്ഷി കൊണ്ട് അവർ കളഞ്ഞിട്ട് പോവുകയാണ്.
ഈ ഒരു അവസ്ഥയിൽ ഈ കേരള പോലീസ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, പ്രൗഢമായിട്ടുള്ള രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ അഭിമാനിച്ചിരുന്ന കേരള പോലീസിന്റെ അധപതനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതപ്പതിപ്പിച്ചതാണ്. അത് പോലീസുകാരുടെ പ്രശ്നമല്ല, അത് ഭരിച്ചവരുടെ പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തങ്ങളുടെ വിധേയന്മാരാണ് ഇവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അത് ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിധേയരാക്കുവർ. വിധേയനാക്കാത്തവരെ സാധനമില്ല, കസേരയില്ല, അത് ഉറപ്പാണ്. വേറെ ഏതെങ്കിലും മനുഷ്യൻ കാണാത്ത കോർപ്പറേഷൻ്റെ MD ആയിട്ടോ അതല്ലെങ്കിൽ ജേക്കബ് തോമസിൻ്റെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടെ? ആ ഷൊർണൂർ വെട്ടത്തിയും പിച്ചാത്തിയും ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൻ്റെ MD ആക്കില്ലേ DGP റാങ്കിൽ ഇരുന്ന ആളിനെ. അപ്പോൾ അത് സ്വാഭാവികം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ പദവിയിൽ ഒരു ഗ്ലാമറുള്ളൊരു ജോലിക്ക് വന്നിട്ട് പിന്നെ അതിൽ ഒരു അധികാരമില്ലാത്ത സ്ഥലത്ത് ഇരിക്കുക എന്നുള്ള പലർക്കും വിഷമമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കേരള പോലീസ്, ഇപ്പോൾ ഡൽഹി പോലീസ്, മുംബൈ പോലീസ് അവിടെയൊക്കെ അപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ പോകുന്നവരുണ്ട്. കേന്ദ്ര കേഡറിൽ പോകുന്നവർ, കേന്ദ്ര കേഡറിൽ സമ്മർദ്ദം വരില്ല, അത് ഉറപ്പാണല്ലോ. ഇപ്പോൾ അനൂപ് കുരുവിള ജോൺ കേന്ദ്ര സർവീസിൽ പോയി. അതിൽ കുറേ പേര് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര കേഡറിലേക്ക് പോയി. അപ്പോൾ അവിടെ ആകുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു സെക്യൂർഡാണ്. ഇവിടുത്തെ പുറത്ത് ഇത്രയും പ്രഷർ ഒന്നും വരില്ല. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കേന്ദ്ര ഇതൊരു സർവീസിലൊക്കെ ഡെപ്യൂട്ടേഷനിൽ പോയ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അപേക്ഷിച്ച് അവിടെ പിന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും രാഷ്ട്രീയക്കാരൊന്നും വിളിക്കില്ലല്ലോ. അവിടെ നമ്മൾ വേറെ കാര്യം നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായപ്പോൾ കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും ഇവിടത്തെക്കാളും കലുഷിതമാണ് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളും അവിടത്തെക്കാളും പക്ഷെ അവിടെ പോലും ഒരു സിസ്റ്റമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം പോലീസിന് കാരണം നമുക്ക് അവരെ പ്രൊഫഷണലിസം മനസ്സിലായി. ചില ആൾക്കാർ ഇപ്പം കഴിഞ്ഞ ദിവസം മഞ്ഞുമലിനെതിരെ വന്നപ്പോൾ തന്നെ ഇപ്പോൾ സ്റ്റാലിന് ഒരു നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും നടപടി എടുക്കുന്നവരെ ഒരു ചരിത്രപരമായ തീരുമാനം എടുത്തത്. അതൊക്കെയാണ് ഒരു രീതി. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും പോലീസ് അവർ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് പെരുമാറും. അങ്ങനെ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പം മന്ത്രിയുടെ ഇതിന് ഒരു സ്വാധീനം അവിടെ അതിന്റെ സ്വാധീനം ഏൽക്കാതിരിക്കുക, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. സ്വതന്ത്രമായ രീതി കൊടുക്കുക. തെറ്റ് ചെയ്തപ്പോൾ വെള്ളം ഇതാവട്ടെ, അകത്താവട്ടെ, അങ്ങനെ രീതിയിൽ കൊണ്ടുപോയി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ തമിഴ്നാട്ടിലെ ഇലക്ഷൻ പ്രചരണത്തിന് എൻ്റെ ഒരു സുഹൃത്തൊരിക്കൽ പറയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ പോകല്ലേ, നമ്മുടെ കന്യാകുമാരി ജില്ല തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പോൾ അവിടെ പ്രചരണത്തൊരു ആൾ പറയണ പുള്ളി അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായത്. അവിടെ അവരിങ്ങനെ ഇവരൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു പോലീസ് വണ്ടിയോ അല്ലെങ്കിൽ 2 പോലീസുകാർ പറഞ്ഞാൽ ഈ ഒരു തമിഴർ പെട്ടെന്ന് അവർ പാനിക്കാവുമെന്ന് പറഞ്ഞു. അവർ ഓടി പാറ അല്ലെങ്കിൽ അപ്പം കേരളത്തിൽ നിന്ന് പോയവർ അത്ര കൂളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു വന്നു, നിങ്ങൾക്ക് ഈ പോലീസിൻ്റെ പേടിയില്ലേ എന്ന് ചോദിച്ചത്. അവർ എന്തിനാ പഠിക്കാം? അവർക്ക് പേടിയാണ്. പോലീസ് എന്ന് പറഞ്ഞത് അവർ തമിഴിൽ എൻ്റെ പേര് കാവൽത്തുറ എന്നാണ് പോലീസ് സ്റ്റേഷൻ്റെ പേര് തന്നെ. നിങ്ങളെ കാവലിനുള്ള ആളാണെന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കേരള പോലീസ് അതിനേക്കാളും ഭംഗിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷേ അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് വടിയെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചത കേസെടുത്ത് 5 മാസത്തിന് ശേഷമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഒരു കൃത്യാന്തര ബാഹുല്യം, ജോലി തിരക്ക് കാരണമാണ് സംഭവിച്ചതെന്നും അവർ പിന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള വകുപ്പുണ്ടോ? അല്ല, അതാണ് 5 മാസം നമ്മുടെ ഒരു കേസ് വന്നാൽ നാളെ രാവിലെ നമ്മൾ പോലീസ് പോകേണ്ടി വരും. അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അവിടെ മുഖ്യമന്ത്രിയുടെ കാര്യം അവരെ ആത്മാർത്ഥത കാണണം. അവരെന്തോ നമ്മളെന്തോ കൊലക്കുറ്റം ചെയ്തവരാണ് അവരെ അടിക്കുന്നത്. കാരണം നമ്മളെന്തോ ചെയ്തവരാണ് അവിടെ. അങ്ങനെ നമ്മളിപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ലാത്തി എടുക്കുന്നതിന് ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി ആയിരിക്കില്ല, പരമാവധി ഒരു അകറ്റി നിർത്താൻ അങ്ങനെയൊക്കെ ആയിരിക്കും ലാത്തി ഉള്ളൂ. ഇത് ഇവിടെ തല്ലിച്ചതക്കിയെന്ന് പറയുമ്പോൾ ഒരാളുടെ മേൽ കടന്നു കയറുന്നുള്ള ഒരു രീതി കൂടിയാണ്. ഇപ്പം ആൾക്കാരുടെ ശബ്ദങ്ങളെ അടിച്ചൊതുക്കാനുള്ള അതാണ് ഇവിടെ ഇപ്പോഴത്തെ പോലീസിംഗ് കൊണ്ട് നടക്കുന്നത്. പലപ്പോൾ സംഭവിക്കാറുള്ളത് ഭരണം മാറി വരുമ്പോൾ ഇപ്പോൾ അടുത്ത തവണ വേറെ UDF വന്നിരിക്കട്ടെ സപ്പോസ്, പിന്നെ ഈ UDF തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടുത്ത അവരുടെ ആളാവും. അവിടെ ചിലപ്പോൾ ഞാൻ തൊട്ട് നിങ്ങളുടെ ആളാണ്, ഞാൻ വിശ്വസ്തനാണെന്ന് രീതിക്കും. അപ്പോൾ നേതാക്കുമ്പോൾ സന്തോഷം. എന്നെ കാണുമ്പോൾ കുറച്ച് ശക്തിയായിട്ട് പണ്ടൊരു നേതാവിനെ കുറിച്ച് പറയും, നേതാവ് ഇങ്ങനെ നോക്കുമോ ഈ മറ്റേ സല്യൂട്ട് ചെയ്യാൻ നേരത്തെ എത്ര ഫോഴ്സിനാണ് ഇത് താഴെ ചവിട്ടിയിട്ട് സല്യൂട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് നേതാവ് ശ്രദ്ധിക്കുമായിരുന്നു. ബാബുപ്പാൾ സാറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള ഇതൊക്കെ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് എൻ്റെ ഏറ്റവും കഷ്ടമായൊരവസ്ഥ. പണ്ട് ഈ നാടെന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞോളെ. മലയാളത്തിലെ ഒരു പക്ഷേ ആദ്യകാല രാഷ്ട്രീയ സിനിമകളിലൊന്നായിരുന്നു. മമ്മൂട്ടിയൊക്കെ ഉള്ള, രതീഷൊക്കെ ഉള്ള 82-83 മറ്റോ ഇറങ്ങിയതാണ്. അതിൽ ലാലു അലക്സ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. സത്യം പറഞ്ഞാൽ പുതിയതായിട്ട് പോലീസിൽ ചേരുന്ന ചെറുപ്പക്കാർ ആ സിനിമ കാണണമെന്നല്ലാണ്ട് യൂട്യൂബിൽ കിട്ടുമെങ്കിൽ. അപ്പോൾ ഈ പ്രതാപൻ എന്ന് പറഞ്ഞാൽ ASP ആണ്, IPS കാരനാണ്, തുടക്കത്തിൽ ജോലിക്കാരനാണ്. അപ്പം ഇയാൾ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇയാളെ ജീവിക്കാൻ നിൽക്കാത്ത അവസ്ഥയാണ്. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇയാൾ നേരെ തിരിച്ചാവും. അപ്പോൾ അവസാനം ഇയാൾ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ നേടിയെന്ന് ഈ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സ്വത്തുക്കൾ എവിടെയൊക്കെ വാങ്ങിക്കൂട്ടിയെന്നൊക്കെയുള്ളതിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ സ്വസ്ഥതയും സമാധാനമുണ്ടെന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. സത്യം പറഞ്ഞാൽ അത് എല്ലാവരും നമ്മൾ കണ്ടിരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ മാറുമെന്നല്ല പറയുന്നത്. ബോൾഡായിട്ടുള്ളവരോട് ഉദ്യോഗസ്ഥന്മാർ നമ്മളിപ്പോൾ ഓരോ സിനിമ കാണുമ്പോൾ അഭിമാനിക്കുമ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കും, നാളെ ഈ ഒരു പൊസിഷൻ നമ്മൾ എന്തായാലും ഇപ്പോൾ പുതുതായിട്ട് ജോലി ചെയ്യാൻ പോകുന്നു വിചാരിച്ചു. നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്നാക്കി സേവിക്കുക, നാട് സേവിക്കാൻ തുടങ്ങും. ഫസ്റ്റ് കോൾ പറഞ്ഞാൽ മന്ത്രിയുടെ ആയിരിക്കും. നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പം നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ കയറി ആസ്വദിച്ച് കയറി ജോലി അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ലാസ്റ്റ് വലിയ കുറ്റകൃത്യങ്ങൾ. അല്ല, അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിൻ്റെയും കാരണം പണ്ടൊക്കെ കേരള പോലീസിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ചില അന്നത്തെ കാലത്തൊക്കെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടുണ്ട്, ഈ
അന്ന് ഒരു SIക്ക് കാണുള്ളൂ ഒരു ഏരിയയിൽ, ഒരു SIക്ക് സൈക്കിളിലൊക്കെ വരുന്നവർ, ചില വലിയ പേര് കേട്ട ചില SIമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പേര് കേട്ടാൽ തന്നെ ഇപ്പം മിന്നൽ പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം ഭയങ്കര പവർഫുള്ളായിരുന്നു. ഇവരൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇങ്ങനെ ഒരു ചിലപ്പോൾ ഇന്നത്തെ പോലത്തെ പ്രൊഫഷണൽ ഗുണ്ടകളൊന്നുമല്ലല്ലോ, ലോക്കൽ ചട്ടമ്പികളെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ ഇവർ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. നമ്മൾ ഇന്ന് സിനിമയിലേക്ക് കാണുമ്പോൾ കാര്യം ഇവർ പലരും അന്ന് നല്ല കളരി പഠിച്ച നല്ല സൈസാണ്. അന്ന് സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരിന്ന് അവരെ കൈകാര്യം ചെയ്ത് റെഡിയാക്കി അവിടെ ക്രമസമാനം കൈവരുത്തുമായിരുന്നാണ് പറയപ്പെടുന്നത് പണ്ടൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ആ അവസ്ഥയല്ല. അന്ന് ഒരു പക്ഷേ സായിപ്പാണ് ഭരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് രാജാവിൻ്റെ പേരെങ്കിലും സായിപ്പാണല്ലോ ഭരിക്കുന്നത്, അതുകൊണ്ട് നിയമകൃത്യമായിട്ട് നടപ്പിലാക്കും. പക്ഷേ ഇന്നിപ്പോൾ അതിൽ ഈ ലോക്കൽ വേറെ ലോക്കൽ നേതാവ് വരെ വിളിച്ച് വളം വയ്ക്കുക, DYSP ഒക്കെ ചീത്ത കളിക്കുന്ന ഒരു കാലമല്ലേ. നമ്മളതിനെ കണ്ടതല്ലേ, ഒരു നേതാവ് മറ്റേ അവിടെ കോളേജിൽ ബാനർ അടിക്കാൻ വന്ന പോലീസുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഭാഷ കലക്ടർ യൂണിവേഴ്സിറ്റിയിലാണെന്നോണല്ലേ. ഇത് വേറൊരു കാര്യം, നമ്മൾ ഇപ്പം വിദ്യാഭ്യാസം കൂടിയതിൻ്റെ അല്ലെങ്കിൽ ചിലപ്പം ഈ സൗഹൃദം പോലീസുമായിട്ട് സൗഹൃദം കൂടിയതിൻ്റെയോ എന്തോ കാര്യം എന്ന് പറഞ്ഞുകൂടാ. ഇപ്പം ആൾക്കാർക്ക് എല്ലാത്തിനെ കുറിച്ച് ധാരണയുണ്ട്. ഇപ്പം എന്നാ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കും. ഇതിപ്പോൾ ഒരു പെറ്റി കേസാണ്, നാളെ തടിയൂരി പോവാം. നമുക്കറിയാം മറ്റേ വന്ദന കേസിൽ തന്നെ കേട്ട് കാരണം എനിക്ക് ഗൂഗിളിൽ ഞാൻ നോക്കിയിട്ട് 14 വർഷം കൂടി ഇപ്പോൾ അത് കേട്ട് ഞാൻ സുഖമായിട്ട് ഇറങ്ങും. പോലീസുകാരടുത്ത് പറഞ്ഞ മറുപടിയാണ് കൊന്നയാൾ, അതായത് വെട്ടി ഒരു മനുഷ്യത്വം ഇല്ലാതെ വെട്ടി കൊന്നയാളുടെ ഒരു മറുപടി. അതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം എളുപ്പമാണ് ഇവരെ സംബന്ധിച്ച്. അതെ അതെ, ഇതെല്ലാം ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ക്രമസമാധാന നില രാഷ്ട്രീയക്കാരാണ് ഇത് ഇല്ലാതാക്കിയെന്ന് പറയേണ്ടി വരും. നിലവിൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ അവർ പണ്ട് വല്ല പേര് കേട്ടിട്ടുള്ള ആളാണ്. പിന്നെ എന്താണ് ഈ സെൽഭരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നേരെ കാര്യങ്ങൾ നടപ്പിലാക്കും, അവർ തീരുമാനിക്കും, അവർ നടപ്പിലാക്കും. അതെ, ഇവിടെ നമ്മൾ ഇപ്പം വലിയ രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നു. ഇവിടെയും ഇപ്പോഴും എല്ലാ പ്രാവശ്യം ചോദിച്ചാൽ മടുത്തതാണ്. എന്നാലും മുഖ്യമന്ത്രി ഇവിടെ നമ്മൾ പകരം ഒരു സംവിധാനം പോലും ഏർപ്പെടുത്തില്ല. നിങ്ങൾ പോവുക, അപ്പം നമുക്ക് നമ്മൾ ആളും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ആരെങ്കിലും ചുമതല ഏൽപ്പിക്കുക, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ കെ കരുണാകരൻ അദ്ദേഹം ചികിത്സക്കായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പം അമേരിക്കയിൽ പോയി. അന്ന് ചുമതല ഏൽപ്പിച്ച CV പത്മരാജൻ ആയിരുന്നു. അതായത് മുഖ്യമന്ത്രി ആക്കിയില്ല, പക്ഷേ ചുമതല കൊടുത്തിട്ട് പോയി. മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റവും സീനിയർ ഒരു നേതാവ്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ CV പത്മരാജനെ ഏൽപ്പിച്ചിരുന്നു. എനിക്കൊന്നും അതുപോലെ EMS 67 മുഖ്യമന്ത്രി പദ്ധതി GDR പഴയ കിഴക്കൻ ജർമ്മനി ചികിത്സയ്ക്ക് പോയപ്പോൾ എനിക്കൊന്നും ഗൗരിയമ്മയാണോ ഏൽപ്പിച്ചിരുന്ന സംശയമാണ്. കാരണം ആ മന്ത്രിസഭയിലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഗൗരിയമ്മയായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ ഏൽപ്പിക്കും, എന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ സംഭവിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് പോയി. അപ്പോൾ ഇത് ഞാൻ പോയാൽ പിന്നെ ഇവിടുത്തെ ഇത് മതി, എനിക്ക് പകരം ഇവിടെ ആരും നോക്കണ്ട, ഞാൻ അത് അവിടെ തന്നെ തീരുമാനിച്ചോളാം ധരിക്കുന്ന രീതിയിൽ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതൊക്കെ തന്നെ ഇത് അത്രത്തോളം ക്രമസമാധാനം നമ്മുടെ നാട്ടിൽ ഇല്ലാതായിരിക്കുന്നു. നമ്മളീ പറഞ്ഞല്ല, നമ്മൾ ഈ പോലീസിനെ നമ്മൾ കുറ്റം പറയുകയല്ല, പക്ഷേ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നാഥല്ല കളരി എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലേ, അതാണ് എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. അത് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നാഥൻ തലതിരിഞ്ഞ് അല്ലെങ്കിൽ നോക്കാതിരുന്നാൽ പിന്നെ ആ സ്ഥാപനം ഇപ്പോൾ പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ നമ്മുടെ കേരള പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ലാതെ അവർ വിദേശ ടൂറ് പോയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആർക്കും അറിയില്ല. അപ്പം അതിന് മുഖ്യമന്ത്രി ഓഫീസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെങ്കിൽ, പക്ഷേ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മളെ ഒരു കാര്യങ്ങളെ ഏൽപ്പിക്കുന്ന മന്ത്രിസഭ മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആണെങ്കിലും ആഭ്യന്തരത്തിൻ്റെ ചുമതല വഹിക്കുന്നവർ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. അതെ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയാതെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടും ഇപ്പോൾ ഒരു പ്രായം ഒരു ഘടകമാണ്. പ്രായം നമ്മളിപ്പോൾ തിളച്ചു വരുന്ന പ്രായമാണ്. ആ സമയത്ത് ഇവരെ കരുത്ത് പകരാൻ അല്ലെങ്കിൽ അവർക്കൊരു ഉത്തേജനമായി മാറണം ഇതുപോലത്തെ ലഹരിക്കത്ത്. അതൊക്കെയാണ് ആദ്യമായിട്ട് അത് നിർത്തുക. അത് നിർത്താനുള്ള ഇതും ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. പണ്ട് തന്നെ എത്രയോ കോടികൾ രൂപകൾ മുടക്കിയാണ് ഇവർ സ്കൂളുകളിലെല്ലാം തന്നെ ഇതൊക്കെ നടത്തിയത്. ഇപ്പോഴും ലഹരി ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആൾക്കാരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമൂലം കുറെ പേര് മരിക്കും. അവസാനത്ത് നമ്മൾ എത്രയോ മരണങ്ങൾ എടുത്തല്ലേ, ഇതുപോലത്തെ മരണം എടുത്താൽ എല്ലാത്തിനും പുറകിൽ ഈ ലഹരി തന്നെയാണ്. അപ്പൊ അടിസ്ഥാനപരം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അടിസ്ഥാനമായിട്ട് ഇവർക്ക് ഇതൊന്നും തടയാൻ പറ്റാതെ പിന്നെ ഈ കൊലപാതകങ്ങളുടെ പിറകെ പോകുന്ന പറഞ്ഞാൽ നടക്കില്ല. അത് ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഒതുങ്ങില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വാർത്തകൾ ഇത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായും നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും കേരളത്തിലെ ക്രമസമാധാന നില വളരെ നമ്മൾ ഉദ്ദേശിച്ചാലും താഴോട്ട് പോയിരിക്കുന്നു. ഇതിന് നമ്മൾ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഇത് നോക്കേണ്ട ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി പോലും ഇവിടെ ഇല്ല, ആർക്കും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇതെങ്ങോട്ടാണ് കേരളം പോകുന്നതെന്ന് നമ്മൾ യാതൊരു തരത്തിലും സുരക്ഷിതമല്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കാര്യം ഈ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സംഭവം കാണുമ്പോൾ നമുക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഏതായാലും ഇനി എന്താണ് ഭാവി നടപടികളെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. നമസ്കാരം.